നടന്നാൽ അത് ചരിത്രം തന്നെയാണ്. സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിഷയങ്ങളുമുണ്ട്. പരസ്പരം ആരോപിക്കാനാണെങ്കിലും പ്രത്യാരോപണങ്ങൾക്കായാലും നിരവധി വിഷയങ്ങളുണ്ട് രണ്ടുപേർക്കും സംസാരിക്കാൻ. മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചതുപോലെ തന്നെ വി ഡി സതീശൻ ഉന്നയിച്ച ചില കാര്യങ്ങൾ മാത്രമല്ല, ചില ചോദ്യങ്ങൾ മാത്രമല്ല മറുപടി പറയാനുള്ളത്. പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വെക്കാം, പല വിഷയങ്ങളും ചർച്ചയ്ക്ക് വെച്ചാൽ മാത്രമേ താൻ തയ്യാറാകൂ എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അതെ, അത് ഒരു വിഷയം മാത്രമല്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യങ്ങൾ ഉണ്ട്. അതിപ്പോൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന വാചകം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ വിവിധ മേഖലകളിൽ പെടുന്ന വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഗെയിലിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യം, KSRTC പ്രവർത്തന ലാഭത്തിൽ എത്തിയ കാര്യം, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, അങ്ങനെ കേരളത്തിലെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പറയാൻ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അതിനപ്പുറത്തേക്ക് കടന്നുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അത് മാത്രമല്ല, അത് കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുമ്പോൾ പ്രതിപക്ഷം എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്ന ചോദ്യം മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഈ സംസ്ഥാനത്ത് എന്ന വസ്തുത, അത് വസ്തുതയാണ്, അത് നിങ്ങൾ മറച്ചു വെക്കുകയാണെന്ന് പ്രതിപക്ഷം ചിലപ്പോൾ തിരിച്ചു പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ളൊരു സംവാദമാണ് നടക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നത്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, കേരളത്തെ ബാധിക്കുന്ന സമൂലമായ മാറ്റങ്ങളെക്കുറിച്ച്, ഇതുവരെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, ഇനി കേരളം എങ്ങനെ ഇരിക്കണം എന്നത് സംബന്ധിച്ച ചർച്ചകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംവാദമാണ് മുഖ്യമന്ത്രി ഉദ്ദേശം വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാണ്. പക്ഷേ അത് ആ രീതിയിലാണോ മുഖ്യമന്ത്രി പറഞ്ഞത്, അത് നടക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ കയ്യിലില്ല. എന്തായാലും അത് നടന്നാൽ ഒരു ചരിത്ര സംഭവമായി തന്നെ മാറും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അങ്ങനെ നേർക്കുനേറിയിരുന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും എൻ്റെ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങൾ അതിനോട് സഹകരിച്ചു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കാണും. അത് നിയമസഭയിലെ ചർച്ച പോലെയല്ല. നിയമസഭയിൽ നടുക്കൊരാളുണ്ട്, അത് നിയന്ത്രിക്കാൻ വേണ്ടി സ്പീക്കർ ഉണ്ട്. ഇത് മോഡറേറ്റർ സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും അങ്ങനെ ഒരു രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു വർഷങ്ങളോളം രാഷ്ട്രീയം നടത്തി, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇഴകീറി അതിനുള്ളിലേക്ക് പോയ ആൾക്കാർ സംവാദം നടത്തുമ്പോൾ അതിൻ്റെ തീവ്രത അതിനകത്തുണ്ട്. അത് നടന്നാൽ നല്ലത്, നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് രാവിലെ എന്തായാലും മുഖ്യമന്ത്രി 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമുക്ക് ഈ വിഷയം മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ച് അതിനകത്തൊരു വ്യക്തത വരുത്താം. നിഷ, സൈഫ്, പ്രവചനാതീതമാണ് കാര്യങ്ങൾ. അതിൻ്റെ ആ ഒരു കൗതുകം സൈഫിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. സൈഫ് സൈനലദ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ